പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേം ഭി ചൌക്കീദാർ എന്ന പ്രയോഗം പ്രതിപക്ഷമെടുത്ത് അലക്കാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായി. തിരഞ്ഞെടുപ്പ് ചൂട് അടുത്തെത്തിയപ്പോഴും നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷം ആഞ്ഞടിക്കുന്നതും ഇത്തരത്തിലുള്ള പരാമർശങ്ങളിലൂടെയും പ്രസ്താവനകളിലൂടെയുമാണ്. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് കനിഞ്ഞു കിട്ടിയ ഒന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേം ഭി ചൌക്കീദാർ. അത് മറ്റൊന്നും നോക്കാതെ രാഹുൽ അങ്ങെടുത്ത് അടിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേം ഭി ചൌക്കീദാർ എന്ന പ്രചരണത്തെ പരിഹസിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്തെത്തി. പിടിക്കപ്പെട്ടപ്പോൾ മോദി രാജ്യത്തെ മുഴുവൻ ചൌക്കീദാർമാർ ആക്കിയെന്നായിരുന്നു രാഹുലിന്റെ ഇതിനോടുള്ള പരിഹാസം. വടക്കൻ കർണാടകയിലെ കലബുർഗിയിൽ പൊതുറാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു രാഹുൽ മോദിക്കെതിരെ ഇത്തരത്തിലുള്ള പരിഹാസ അമ്പുകൾ എയ്തത്. റഫാൽ ഇടപാടിലെ ക്രമക്കേടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് രാജ്യത്തിന്റെ കാവൽക്കാരൻ കള്ളനാണ് എന്ന് പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ച് രാഹുൽ രംഗത്തെത്തിയത്. ഈ വാക്കുകൾ മോദിക്ക് അനുകൂലമായി മാറ്റാനുള്ള ബിജെപിയുടെ തന്ത്രത്തിനു പിന്നാലെ ട്വിറ്ററിൽ മോദിയുടെ ഔദ്യോഗിക പേജിന്റെ പേര് ചൌക്കീദാർ നരേന്ദ്രമോദി എന്നാക്കി മാറ്റിയിരുന്നു. മാത്രമല്ല, മോദിയുടെ ആഹ്വാനമനുസരിച്ച് ബിജെപി പ്രവർത്തകർ മേം ഭി ചൌക്കീദാർ എന്ന പ്രചരണം നടത്തുകയും ചെയ്തു. പ്രധാനമന്ത്രിയായിട്ടല്ല തന്നെ ചൌക്കീദാറായി കാണണമെന്നാണ് മോദി ജനങ്ങളോട് നേരത്തെ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം രാജ്യത്തെ മുഴുവൻ കാവൽക്കാരാക്കി മാറ്റി. അദ്ദേഹം ആരുടെയാണ് കാവൽക്കാരനായത്? അനിൽ അംബാനിയുടെയും മെഹുൽ ചോസ്കിയെയും നീരവ് മോദിയും പോലുള്ളവരെയാണ് മോദി കാവൽക്കാരനായി നിന്ന് സംരക്ഷിച്ചത്. 500, 1000 നോട്ടുകൾ നിരോധിച്ചതുപോലെ ഭരണഘടനയും ഇല്ലാതാക്കാനാണ് മോദിയുടെ ശ്രമമെന്നും രാഹുൽ ആരോപിക്കുന്നു. നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ ഗംഗാ യാത്രയും കഴിഞ്ഞ ദിവസം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. പ്രയാഗ് രാജിൽ നിന്ന് വാരണാസിയിലേക്കാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ യാത്ര പ്രിയങ്ക സംഘടിപ്പിച്ചത്. ബഡാ ഹനുമാൻ ക്ഷേത്രത്തിലെ പ്രാർത്ഥനയോടെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ 3 ദിവസത്തെ ഗംഗാ യാത്രയ്ക്ക് തുടക്കമായത്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമ സ്ഥലമായ സംഗമിലാണ് ബഡാ ഹനുമാൻ ക്ഷേത്രം. 40 വർഷം മുമ്പ് ഇന്ദിരാഗാന്ധി ഈ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. മന്നിയിൽ ബോട്ട് യാത്ര തുടങ്ങാനെത്തിയ പ്രിയങ്കയെ പ്രവർത്തകർ ആവേശത്തോടെയാണ് വരവേറ്റത്. ആദ്യഘട്ട യാത്രയിൽ വിദ്യാർത്ഥി സംഘവുമായി AICC ജനറൽ സെക്രട്ടറി സംവദിച്ചു. ദുംദുമാഘട്ടിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത പ്രിയങ്ക നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിക്കാൻ മറന്നില്ല. രാജ്യത്തിന്റെ കാവൽക്കാരൻ സമ്പന്നർക്ക് വേണ്ടി മാത്രമാണെന്നും കർഷകർക്ക് വേണ്ടി അല്ലെന്നും പ്രിയങ്ക മോദിക്കെതിരെ ആരോപിക്കുന്നു. ഗംഗാമാതാവിന്റെ മടിത്തട്ടിലൂടെ സാധാരണക്കാരിലേക്ക് എന്നതാണ് ഗംഗായാത്രയുടെ പ്രമേയം. 2014 നരേന്ദ്രമോദിയും താൻ ഗംഗാമാതാവിന്റെ പുത്രനാണെന്ന് പറഞ്ഞാണ് പ്രചരണം ആരംഭിച്ചത്. മോദിയുടെ മണ്ഡലമായ വാരണാസിയിലാണ് പ്രിയങ്കയുടെ യാത്ര സമാപിക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, പ്രിയങ്കയും രാഹുൽ ഗാന്ധി കളത്തിൽ അറിഞ്ഞു തന്നെയാണ് കളിക്കുന്നത്. മോദിയുടെ മണ്ഡലത്തിൽ ചെന്ന് നിന്ന് തന്നെ മോദിക്കെതിരെ ആരോപണങ്ങൾ തൊടുത്തുവിടുന്നു.